ചിട്ടിക്കമ്പനിയുടെ മറവിലും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോടികളുടെ തിരിമറി നടത്തി. പീപ്പിൾ TV ഇക്കാര്യം തെളിവ് സഹിതം പുറത്തുവിട്ടു. വെള്ളാപ്പള്ളി സാമ്പത്തിക കുറ്റവാളിയെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. മൈക്രോ ഫിനാൻസ് ഇടപാടിലൂടെ വെള്ളാപ്പള്ളി കോടികൾ തട്ടിയതിന്റെ രേഖകൾ പുറത്തുവിട്ട പീപ്പിൾ TV തന്നെയാണ് ബെൽചിറ്റ്സ് തട്ടിപ്പും പുറത്തുകൊണ്ടുവന്നത്. വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനും 70% ഓഹരി പങ്കാളിത്തമുള്ള കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെൽചിറ്റ്സ് എന്ന സ്ഥാപനം കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിച്ച രേഖകളിലാണ് കോടികളുടെ തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. 2013-2014 സാമ്പത്തിക വർഷം കമ്പനി നടത്തിയ ഇടപാടിൽ 22,93 ലക്ഷം രൂപയുടെ വിനിമയം സംബന്ധിച്ച് രേഖകളില്ല എന്നാണ് ഓഡിറ്റർമാരായ VGR അസോസിയേറ്റിന്റെ കണ്ടെത്തൽ. അതേസമയം ചിട്ടി ഇടപാടിൽ വിതരണം ചെയ്തത് 31,22,000 രൂപ മാത്രമാണെന്നും കാണിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ കമ്പനി അധികൃതർക്കായില്ല. നിങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ റിപ്പോർട്ട് പ്രകാരം ഈ പറഞ്ഞ പോലെ 1 കോടി രൂപയുടെ ക്യാപിറ്റലേ ഉള്ളൂ. ആ 1 കോടി രൂപയുടെ ക്യാപിറ്റൽ പ്രകാരം നടത്തുന്ന ഈ സ്ഥാപനത്തിൽ 23 കോടി രൂപ ഡിസ്ബേഴ്സ് ചെയ്യപ്പെട്ടത് സംബന്ധിച്ച് പ്രത്യേകിച്ച് യാതൊരു തെളിവുമില്ല എന്ന് അതിന്റെ എല്ലാ തെളിവുകളും അതിനെപ്പറ്റി എന്ത് പരാതി ഉണ്ടെങ്കിലും നമ്മൾ ലീഗൽ അഡ്വൈസറെ വെച്ച് ഒരു ലീഗൽ അഡ്വൈസ് എടുത്ത് ചെയ്യുന്നതാണ്. കേന്ദ്ര ചിട്ടി നിയമം ലംഘിച്ചുകൊണ്ടാണ് ബെൽചിറ്റ്സ് പ്രവർത്തിക്കുന്നതെന്നും ഓഡിറ്റർമാർ കണ്ടെത്തിയിട്ടുണ്ട്. ചിട്ടി കമ്പനി നിയമം ലംഘിക്കുന്നത് വൻ സാമ്പത്തിക കുറ്റകൃത്യമായി സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ മത്തായി പൈകട വിലയിരുത്തുന്നു. ഇക്കാര്യത്തിൽ റിസർവ് ബാങ്കിന് ഇടപെടാമെന്നും സിവിൽ ക്രിമിനൽ നടപടികൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് ചിട്ടി കമ്പനി നിയമം ലംഘിക്കുന്നതെന്നും മത്തായി പൈകട ചൂണ്ടിക്കാട്ടുന്നു. ചിറ്റ് ഫണ്ട്സ് 1982 ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് അതിൻ്റെ എഗ്രിമെൻ്റ് പ്രകാരം, അതായത് ഫോർമാനും ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള എഗ്രിമെൻ്റ് പ്രകാരമുള്ള ചിട്ടി ബിസിനസ്സേ നടത്താൻ പാടുള്ളൂ. അതിനുവേണ്ടി ബാക്കി അതല്ലാതെയുള്ള, അതായത് ലോൺ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റിസർവ് ബാങ്കിനും ഇതിനകത്ത് നോക്കി വേണ്ട നിബന്ധനകളും അതുപോലെയുള്ള റെസ്ട്രിക്ഷൻസും ചെയ്യാവുന്നതാണ്. 2011 പ്രവർത്തനം ആരംഭിച്ച ബെൽചിറ്റ്സിന്റെ 1 വർഷത്തെ ഇടപാടിലെ ക്രമക്കേട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോടികളുടെ വൻ തിരിമറി മുൻ വർഷങ്ങളിലും നടന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, പീപ്പിൾ TV. എറണാകുളം പനമ്പള്ളി നഗറിലെ ബെൽചിറ്റ്സിലെ ഓഹരി ഘടന വ്യക്തമാക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും കുടുംബവും നേരിട്ട് നടത്തുന്ന സ്ഥാപനമെന്നാണ്. വെള്ളാപ്പള്ളിയും ഭാര്യയും മരുമകളുമാണ് സ്ഥാപനത്തിലെ പ്രധാന ഓഹരി ഉടമകൾ. കൊച്ചിക്ക് പുറമെ ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായ ജമ്മുവിലാണ് ബെൽചിറ്റ്സിന് ബ്രാഞ്ചുള്ളത്. 70% ഓഹരികളും വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിന്റെ പേരിലാണ്. വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാറിന്റെ ഭാര്യ ആശയാണ് മാനേജിംഗ് ഡയറക്ടർ. ആശയുടെ ഓഹരി 29.16%. അഡീഷണൽ ഡയറക്ടർമാർ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതിയും. പ്രീതി നടേശന് 29.17 ഓഹരിയും വെള്ളാപ്പള്ളിക്ക് 11.67 ഓഹരിയുമാണുള്ളത്. സ്ഥാപനത്തിന്റെ പ്രൊമോട്ടറും ഡയറക്ടറുമായ തോമസ് ജോസഫിന് 20% ഓഹരിയും വിജയകുമാറിന് 10% ഓഹരിയുമാണുള്ളത്. കമ്പനി നിയമപ്രകാരം ചിട്ടി കമ്പനിയായാണ് ബെൽചിറ്റ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിലും ചിട്ടിയിതര പണമിടപാടുകൾ നടത്തുന്നതായാണ് ഓഡിറ്റിംഗ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്. ബെൽചിറ്റ്സ് കമ്പനി പീപ്പിളിന്റെ ടെലിഫോൺ സ്റ്റിംഗിൽ കുരുങ്ങി. 10 ലക്ഷം വരെ മാത്രം ചിട്ടി നടത്തുന്നുവെന്ന ബ്രോഷറിൽ അവകാശപ്പെടുന്ന സ്ഥാപനത്തിന്റെ അധികൃതർ പീപ്പിൾ TVയുടെ ടെലിഫോൺ സ്റ്റിംഗിൽ 10 കോടി വരെ ഈടന്മേൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. കോവളത്തെ ഹോട്ടൽ പുതുക്കിപ്പണിയാൻ സാമ്പത്തികമായി സഹായിക്കണമെന്ന ആവശ്യവുമായാണ് പീപ്പിൾ വാർത്താ സംഘം ബെൽചിറ്റ്സ് അധികൃതരെ സമീപിക്കുന്നത്. ചിട്ടിയിൽ ചേർന്നാൽ എത്രയും പെട്ടെന്ന് പണം രൊക്കമായി തരണമെന്നായിരുന്നു ആവശ്യം. ബെൽചിറ്റ്സ് അഡീഷണൽ ഡയറക്ടർ വിജയകുമാർ കാര്യങ്ങൾ ശരിയാക്കാമെന്നും മാനേജർ അജയനെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ കൊണ്ട് എറണാകുളത്ത് ചിട്ടി ചേർത്ത് ആ വിധത്തിൽ നോക്കിയാലോ, എന്തെങ്കിലും വേണമെങ്കിൽ ആധാരം വല്ലതും ഉണ്ടോ? ആധാരം, നമ്മുടെ ആധാരങ്ങൾ എന്തെങ്കിലും റെഡിയാക്കാൻ കുഴപ്പമില്ല. ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ആധാരം ഏർപ്പാടാക്കാം, നോ പ്രോബ്ലം. അപ്പം ഈ നമ്പറിൽ വിളിച്ചിട്ട് മാനേജറുടെ നമ്പറാണ്, മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എത്ര രൂപ വരെ തരാൻ പറ്റും സാർ? അങ്ങനെയാണെങ്കിൽ ആധാരം അജയനുമായിട്ട് സംസാരിക്കും. അജയനുമായി സംസാരിച്ചാൽ മതി. പുള്ളി മാനേജറാണ് ബെൽചിറ്റ്സിന്റെ. മാനേജർ അജയനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഈട് നൽകാനുണ്ടെങ്കിൽ 4 മുതൽ 6 മാസത്തിനുള്ളിൽ 10 കോടി വരെ നൽകാമെന്ന് മാനേജർ അജയൻ അറിയിച്ചു. അപ്പൊ ഞാൻ പിന്നെ കടമത്തിന്റെ ആധാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ വരെ കിട്ടാൻ സാധ്യത എന്ന് പറയാം. റിനോവേഷൻ വർക്ക് ഇങ്ങനെ പെൻഡിംഗ് ആയി കിടക്കുകയാണ്.
അല്ല കുടിയേറ്റുന്ന ഞാൻ എത്ര രൂപ തരാൻ സാധ്യതയില്ല? അങ്ങനെ ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കാലോ. അപ്പൊ ഒരു കുറിയിൽ അവിടെ ചേർന്നാൽ എത്ര മാസം കൊണ്ട് സാധനം തിരിച്ച് കുറച്ച് പൈസ റൊക്കമായിട്ട് കിട്ടുന്നതാണ് ഞാൻ അന്വേഷിക്കുന്നത്. ചിട്ടി എന്ന പേരിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ബെൽ ചിറ്റ്സ് നടത്തുന്നു എന്നതിന്റെ തെളിവുകളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഇത് കേന്ദ്ര ചിട്ടി നിയമത്തിന്റെ ലംഘനമാണ് താനും. പൊളിറ്റിക്കൽ ഡെസ്ക്. ഡ്രൈവറെ കൊണ്ട് ചെരുപ്പഴിപ്പിച്ച സംഭവത്തിൽ വിശദീകരണവുമായി സ്പീക്കർ എൻ ശക്തൻ. തനിക്ക് കുനിയാൻ കഴിയാത്ത ശാരീരിക അവസ്ഥയെന്ന സ്പീക്കർ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെടാവുന്ന അപൂർവ രോഗമുണ്ടെന്നും കുനിയരുതെന്ന ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശമുണ്ടെന്നും സ്പീക്കറുടെ വിശദീകരണം. ഡ്രൈവർ ബിജു തന്റെ അടുത്ത ബന്ധുവാണെന്നും 18 വർഷമായി ഒപ്പമുള്ളയാളാണെന്നും സ്പീക്കർ പറഞ്ഞു. ഡ്രൈവറെ കൊണ്ട് ചെരുപ്പഴിപ്പിച്ച സംഭവം വിവാദമായതിനെ തുടർന്നാണ് സ്പീക്കർ എൻ ശക്തൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്. നിയമസഭയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ജാള്യത മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു സ്പീക്കറുടെ വാക്കുകൾ. വർഷങ്ങളായി കണ്ണിനകത്ത് രക്തമിറങ്ങി കാഴ്ച മറയുന്ന അപൂർവ അസുഖബാധിതനാണ് താനെന്നും കുനിയരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അതിനാലാണ് ചെരുപ്പഴിക്കാൻ ഡ്രൈവറുടെ സഹായം തേടിയതെന്നും സ്പീക്കർ പറഞ്ഞു. 10,000 പേരിൽ ഒരാളിനോ 1,00,000 പേരിൽ ഒരാളിനോ ഒക്കെ വരാവുന്ന വളരെ സീരിയസ് ആയ ഒരസുഖം. കണ്ണിലെ വെയിൽ ഡാമേജായി അത് പൊട്ടി കണ്ണിനകത്ത് ബ്ലഡ് ഇറങ്ങി കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ്. അപ്പോൾ കുനിഞ്ഞ് നെല്ല് കൊയ്യുകയും കറ്റമെതിക്കുകയും ചെയ്തതോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു. ഈ കുനിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. കറ്റ മെതിക്കുമ്പോൾ ഞാൻ അത്രയും കുനിയുന്നില്ല. എനിക്കിത് ഈ അസുഖം വെളിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി കുനിയാവുന്നതിൻ്റെ മാക്സിമം കുനിഞ്ഞപ്പോഴും തറയിൽ നിന്ന് ഒരു ഒരടിക്ക് മുകളിൽ വരെ എനിക്ക് കുനിയാൻ കഴിയുന്നു. ഭാഗികമായ കാഴ്ചവെച്ച ബജറ്റ് ദിവസത്തെ സംഭവങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തേക്ക് കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് സ്പീക്കർ. എനിക്കിപ്പോൾ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, പൂർണ്ണമായും കാണാം. കണ്ണാടി ഇല്ലാതെയാണ് ഞാൻ പലതും വായിക്കാറുള്ളത്. ഡ്രൈവർ ബിജു 18 വർഷമായി തന്റെ കൂടെയുള്ള അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞ സ്പീക്കർ ഇയാളുടെ നിയമനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയില്ല. ചെരുപ്പഴിപ്പിച്ചത് ബോധപൂർവമല്ലായിരുന്നുവെന്നും ഇത് പെരുപ്പിച്ച് കാട്ടരുതെന്നും അപേക്ഷിച്ചാണ് സ്പീക്കർ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. അതേസമയം സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സ്പീക്കറുടെ പ്രവൃത്തി മോശമായെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. മോശമായി പോയി. സ്പീക്കറുടെ വിശദീകരണം അവിശ്വസിക്കേണ്ടതില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ VM സുധീരന്റെ പ്രതികരണം. ഒരു നിലയ്ക്കും അത് അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. അതേസമയം സംഭവത്തിൽ സ്പീക്കർക്കെതിരെ കടുത്ത വിമർശനവുമായി രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതേസമയം സ്പീക്കറെ ചെരുപ്പഴിക്കാൻ സഹായിച്ചതാണെന്ന ഡ്രൈവർ ബിജുവിന്റെ വിശദീകരണം. വിഷയം വിവാദമായ സാഹചര്യത്തിലാണ് ബിജു നിലപാട് വ്യക്തമാക്കിയത്. സാറ് ഈ അവിടെ ഇറങ്ങിയിട്ട് കതിർ അറുക്കുകയും അറുത്ത് കഴിഞ്ഞിട്ട് മേളിൽ കയറി ഇത് മെതിക്കാൻ സമയത്ത് ഈ പാഴയുടെ പുറത്ത് കയറാൻ വേണ്ടി ചെരുപ്പഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ട് വളരെ ദൂരെ നിന്ന് കണ്ടിട്ട് ഞാൻ ഓടിച്ചെന്ന് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ചെയ്യാൻ സമയത്ത് തന്നെ സാറത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. പൂർണ്ണമായിട്ട് ചെയ്തതുമില്ലായിരുന്നു. പിന്നെ സാറിൻ്റെ ഈ വക കാര്യങ്ങളെല്ലാം 10-18 വർഷമായിട്ട് ഞാൻ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ച് കൂടെ നടന്ന് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അല്ലാതെ എന്നോട് പറഞ്ഞോ ഒന്നുമല്ല ഞാൻ ചെയ്തത്. പിന്നെ ഈ വിവാദം എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനൊരു വിവാദമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ബാർക്കോഴ കേസിന്റെ ഫയലുകൾ നൽകാത്തതിൽ ഉപലോകായുക്തയുടെ രോഷപ്രകടനം. താൻ എന്താ പട്ടികജാതിക്കാരനാണോ എന്ന ജസ്റ്റിസ് KP ബാലചന്ദ്രൻ. ബാർക്കോഴ കേസിന്റെ രേഖകൾ ലോകായുക്ത പയസ് കുര്യാക്കോസിന് നൽകുകയും ഉപലോകായുക്തയ്ക്ക് നൽകാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ജസ്റ്റിസ് KP ബാലചന്ദ്രൻ ഈ വിമർശനം നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ആന്തൂർ നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 17ആണ്. അതേസമയം സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള തർക്കം UDFൽ പല ജില്ലകളിലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും വിമത ശല്യവും രൂക്ഷമാണ്. CBI ചോദ്യം ചെയ്തയാളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം ഇടത്തറ സ്വദേശി കുമാറിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇൻകം ടാക്സ് കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട കുമാറിനെ CBI ചോദ്യം ചെയ്തിരുന്നു. കേസിൽ CBIയുടെ പിടിയിലായ ഇൻകം ടാക്സ് ഓഫീസർ ശരത്തിന്റെ ബിനാമിയെന്ന് പറഞ്ഞാണ് കുമാറിനെ ചോദ്യം ചെയ്തത്. കുമാറിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
പൗരന്മാർക്ക് സർക്കാർ സേവനം ലഭിക്കാൻ ആധാർ നിർബന്ധമല്ലെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഇടക്കാല വിധി. തൊഴിലുറപ്പ് പദ്ധതി, വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ 6 പദ്ധതികൾക്ക് ആധാർ ഉപയോഗിക്കാം. പക്ഷേ ഈ പദ്ധതികളുടെ സേവനം ലഭ്യമാക്കാൻ ആധാർ നിർബന്ധമല്ല. ആധാർ സ്വകാര്യതയുടെ ലംഘനമാണോ എന്ന് 7-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. നിറപറ ബ്രാൻഡ് കറി പൗഡറുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനം ഹൈക്കോടതി റദ്ദാക്കിയതായി ഉടമകൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യത്തിന് ഹാനികരമായ ബാഹ്യവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തതിനാൽ നിരോധന ഉത്തരവ് കോടതി റദ്ദാക്കുകയായിരുന്നു. ഭക്ഷ്യയോഗ്യമല്ലെന്ന് കാണാത്ത സാഹചര്യത്തിൽ ഉൽപ്പന്നം നിരോധിച്ച ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നടപടി അധികാര പരിധിക്ക് പുറത്താണെന്ന് കോടതി കണ്ടെത്തി. നിറപറയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്പനി ഉടമകൾ പറഞ്ഞു. LPG ഗ്യാസ് സിലിണ്ടറിന്റെ വില ഇരട്ടിയാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിലവിലെ സ്റ്റീൽ സിലിണ്ടറുകൾക്ക് പകരം ട്രാൻസ്പെറന്റ് സിലിണ്ടറുകൾ കൊണ്ടുവരും. ഇത് നടപ്പിലാക്കുന്നതോടെ 1400 രൂപയായിരുന്ന സിലിണ്ടറിന് 3000 രൂപയാകും. പണമല്ല, ഗുണനിലവാരമാണ് ജനങ്ങൾക്ക് വലുതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വിശദീകരണം.